മലയിൽ എന്ന് പറയുന്ന വാദ്യകലാകാരനും നാടൻപാട്ടിൻ്റെ ഒക്കെ വളരെ പ്രശസ്തനുമായിരുന്ന നടനും പത്രപ്രവർത്തകനുമായിരുന്ന ബാബുവിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡിനെ കുറിച്ചാണ്, അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നുചേർന്നിട്ടുള്ളത്. വളരെ ദുരിതപൂർണമായ ഒരു തലത്തിൽ നിന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്ന ഒരു കലാകാരനായിരുന്നു ബാബു എന്ന് പറയുന്നത്. അപ്പോൾ ബാബുവിൻ്റെ അനുസ്മരണ സമ്മേളനം ഈ ജൂലൈ 31 നടക്കാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാബു മലയിലിൻ്റെ പേരിലുള്ള സർഗമുദ്ര എന്ന് പറയുന്ന പ്രഥമ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ലഭിച്ചിട്ടുള്ളത് ജയശ്രീ നാട്ടുയരനാണ്. 10,001 രൂപയും പ്രശസ്തി പത്രവും ചേർന്നാണ് അവാർഡ് ഉള്ളത്. പ്രശസ്ത കവി രാവുണ്ണി ചെയർമാനായിട്ടുള്ള സമിതിയാണ് അത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജയശ്രീയെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഡേവിസ് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ബാബു നിങ്ങളുടെയൊക്കെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ബാബുവിനെ അറിയാം, ഒരു പ്രാദേശിക പത്രക്കാരൻ എന്നുള്ളത്. ബാബു കേരളവർമ്മ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞങ്ങളൊക്കെ കാണുന്നത്. അന്ന് ബാബു അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്, നല്ല നാടക നടനാണ്. വളരെ പ്രശസ്തരായിട്ടുള്ള സംവിധായകരെയൊക്കെ കൊണ്ടുപോയി അവിടെ നാടകം കളിക്കുകയും അതുപോലെ തന്നെ നാട്ടുകലാരംഗത്ത് വളരെ പ്രശസ്തമായ രീതിയിൽ പല സംഘങ്ങളിൽ, ഇപ്പോൾ ഇവിടെയുള്ള പോൾസൺ താണിക്കലിൻ്റെ നേതൃത്വത്തിലുള്ള മുഖം ഗ്രാമീണ നാടകവേദിയിൽ നാടൻ പാട്ട് കലാകാരൻ എന്നുള്ള നിലയ്ക്കും നാടക കലാകാരൻ എന്നുള്ള നിലയ്ക്കൊക്കെ ബാബു ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് കലാവിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ബാബുവിൻ്റെ ഒരു ജീവിതത്തിൻ്റെ പല ഇതുകൊണ്ടും ബാബുവിനൊരു എപ്പോഴും ഈ കലാരംഗത്ത് മാത്രം മുഴുകി നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ബാബു അതിൻ്റെ ഒപ്പം അതിൻ്റെ അക്കാദമികമായ തലത്തിലും ആവിഷ്കാരത്തിൻ്റെ തലത്തിലും ഒക്കെ ബാബു വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് മറഞ്ഞുപോയപ്പോൾ നമുക്ക് തോന്നിയൊരാശയാണ്. കാരണം ബാബു ജീവിച്ചിരിക്കുമ്പോൾ ബാബുവിന് വേണ്ടത്ര ദൃശ്യത ലഭിച്ചിരുന്നില്ല. ബാബു ചില ആളുകൾക്ക് ബാബു ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ മാത്രമാണ്, ചില ആളുകൾക്ക് അദ്ദേഹം കൊമ്പ് കലാകാരനാണ്. പണ്ടത്തെ ആളുകൾക്കാണ് ബാബുവിൻ്റെ നാടകരംഗത്തെ പ്രവർത്തനത്തിൻ്റെ തീവ്രതയൊക്കെ മനസ്സിലാവുക. അങ്ങനെ എല്ലാ രംഗത്തും, അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ല ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു. ആ രീതിയിൽ നാനാ തലത്തിൽ പ്രവർത്തിക്കുകയും കലാരംഗത്ത് തന്നെ നാനാ തലത്തിൽ ഇടപെടുകയും അത്യാവശ്യം KGS ഒക്കെ എഡിറ്റ് ചെയ്തിരുന്ന കേരള പഠനത്തിൻ്റെയും അതുപോലെ തന്നെ സമകാലിക കവിതയുടെയൊക്കെ സബ് എഡിറ്റർ എന്നുള്ള നിലയിൽ ബാബു എറണാകുളത്തൊക്കെ പോയി പ്രവർത്തിച്ചൊരു കാലമുണ്ട്. അങ്ങനെ ബാബുവിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. അദ്ദേഹം നാട്ടുകലാകാരക്കൂട്ടത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പട്ടികജാതി ക്ഷേമ സമിതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ അവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. ഇതിനിടയിൽ തന്നെ ബാബു പലപ്പോഴും ഈ കേരള പഠനത്തിലൊക്കെ ചില പ്രബന്ധങ്ങൾ, അപൂർവമാണെങ്കിലും അങ്ങനെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ നല്ലൊരു വിധികർത്താവാണ് ബാബു. ഇപ്പോൾ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ, സംസ്ഥാന കലോത്സവത്തിൽ അങ്ങനെ സ്കൂൾ കലോത്സവത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്ക കലോത്സവങ്ങളിലും ബാബു ജഡ്ജായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ജഡ്ജായിട്ടൊക്കെ പലപ്പോഴും ബാബുവിനെ കൊണ്ടാണ് മുതിർന്ന അതിലെ അംഗങ്ങളടക്കം ഈ ജഡ്ജ്മെൻ്റ് അവതരിപ്പിക്കുക. കാരണം ബാബു വളരെ സൂക്ഷ്മമായും വളരെ യുക്തിസഹമായും സംസാരിക്കാനൊക്കെ കഴിവുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ഒരു എന്താ പറയുക, ജീവിതത്തിൻ്റെ ഒരു സമഗ്രമായ വ്യക്തിത്വം ആളുകളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്മൃതി സംഘടിപ്പിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ ബാബുവിൻ്റെ പേരിലുള്ള ഈ അവാർഡ്, ബാബുവിൻ്റെ പേരിലുള്ള അവാർഡ് ജയശ്രീ എന്ന് പറയുന്നത് ഈ രംഗത്തെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു കലാകാരിയാണ്, നല്ല ഗായികയാണ്. അവർക്ക് സംസ്ഥാന തലത്തിലുള്ള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരവും അതുപോലെ തന്നെ നെഹ്റു യുവകേന്ദ്രയുടെ പുരസ്കാരവും ഒക്കെ ഉള്ള ഇത് കിട്ടിയിട്ടുള്ളൊരു ആളാണ്. കഴിഞ്ഞൊരു 4 നൂറ്റാണ്ടിലേറെ കാലമായിട്ട് ഈ രംഗത്ത് വളരെ നിസ്വാർത്ഥമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, കലാവിഷ്കാരം നടത്തുന്ന,
വളരെ നിസ്വാർത്ഥമായ രീതിയിൽ എല്ലാം എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ രീതിയിൽ പോയി പങ്കെടുക്കുന്ന ഒരു കലാകാരിയല്ല. വളരെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളോടൊക്കെ ചേർന്ന് നിന്ന് അങ്ങനെയൊക്കെ പാടുകയും ചെയ്യുന്ന ഒരാളാണ് ജയശ്രീ. ജയശ്രീ തീർച്ചയായിട്ടും ജയശ്രീയെ പോലെ ഒരാളെ തന്നെയാണ് ബാബുവിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല എന്ന് ജഡ്ജിങ് കമ്മിറ്റി വളരെ ഏകകണ്ഠമായി തീരുമാനമെടുക്കുകയുണ്ടായത്. ഡോക്ടർ സി രാവുണ്ണി ചെയർമാനും പിന്നെ നമ്മുടെ പ്രിയനന്ദനൻ, അതുപോലെ തന്നെ ഡോക്ടർ കെ കെ ശിവദാസ് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അതുപോലെ പോൾസൺ താണിക്കൽ, ശശിധരൻ കളത്തിങ്ങൽ എന്നിവർ ചേർന്നാണ് വിധി നിർണയ സമിതി. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പ്രകാശ് ബാബു മാഷ്, ജില്ലാ ബാബുവിൻ്റെ ക്ലാസ്മേറ്റും ജില്ലാ SSAയുടെ പ്രോഗ്രാം കരിയർ ഗൈഡൻസിൻ്റെ ഓഫീസറൊക്കെ ആയിരുന്നു. അതുപോലെ PD പൗലോസേട്ടൻ ഇതിൻ്റെ ജനറൽ കൺവീനറാണ്. പ്രശസ്തനായ നടനും ഗായകനാണ്. പിന്നെ എല്ലാവർക്കും പോൾസൺ താണിക്കലിനെ അറിയാം. ഇവരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 31-ാം തീയതിയിലത്തെ പരിപാടി നിങ്ങളുടെ കൂടി ഒരു പങ്കാളിത്തം അതിൽ ആവശ്യമാണ്. ഒരു പത്രപ്രവർത്തനം എന്നുള്ളതിൽ നല്ല വാർത്ത ഉണ്ടാവണം. എല്ലാ രീതിയിലും ബാബുവിൻ്റെ ജീവിതത്തിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ലഭിക്കാത്ത ഈ ദൃശ്യത തുടർന്നുള്ള ഈ കാലങ്ങളിൽ ലഭിക്കാൻ അവസരം ഉണ്ടാക്കണം. അതൊക്കെയാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പം പ്രിയനന്ദനും ED ഡേവിസും ഒക്കെ പറഞ്ഞ അത് തന്നെയാണ് എനിക്കും സാക്ഷ്യപ്പെടുത്താനുള്ളത്. എൻ്റെ കൂടെ ഒട്ടനവധി സ്ഥലങ്ങളിൽ, തഞ്ചാവൂരും ഒക്കെ ദേശീയ കലാമേളകളിലൊക്കെ വലിയ നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു ബാബു മലയിൽ. അസുഖത്തെ തുടർന്നാണ് അന്തരിച്ചത്. പത്രപ്രവർത്തകൻ ആയിരുന്നു. പിന്നെ ഒരു രാഷ്ട്രീയം പഠിക്കുന്ന സമയത്ത് പോലീസുകാരുടെ ഭീകര മർദ്ദനത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജയശ്രീ അതിമനോഹരമായിട്ട് നാടൻ സംഗീതം ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു പോരുന്ന ഒരു വനിതയാണ്. അവരുടെ വാദ്യകലയിലും അവർക്കുള്ള പ്രാവീണ്യം ഗംഭീരമാണ്. അതായത് ഈ പറയ വാദ്യം ആയിട്ടുള്ള മരം, അതങ്ങനെ സാധാരണ സ്ത്രീകൾ കൊട്ടാറില്ല. പക്ഷേ ജയശ്രീ കൊട്ടുന്നത് അതിൻ്റെ കണക്കനുസരിച്ച് കൃത്യമായിട്ട് കൊട്ടുന്ന ഒരു വനിത കൂടിയാണ്. അരങ്ങ് രംഗത്തെ വലിയൊരു പ്രതിഭയാണ് ജയശ്രീ. പ്രത്യേകിച്ച് ഒരു വിധവ കൂടിയാണ് അവർ. അവരുടെ ഭർത്താവ് അസുഖത്തെ തുടർന്ന് പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഈ കലാപരിപാടികളൊക്കെ നടത്തിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറെ സന്തോഷത്തോടെ ഇങ്ങനെ പരിപാടി നമ്മൾ അവർക്ക് വേണ്ടി ഈ അവാർഡ് നിശ്ചയിച്ചതാണ്. ഒരുപാട് പേരുണ്ട്, എങ്കിലും അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വനിതാ രത്നം എന്ന് തന്നെ പറയാം. കൊട്ടുകയും പാടുകയും ചെയ്യുന്ന ഒരു വനിതയ്ക്കാണ് പ്രാവശ്യത്തെ ബാബു മലയിൽ സ്മാരക അവാർഡ്. 2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്. ഒന്ന്, ഈ നാടൻ കലയും പുരോഗമന പ്രസ്ഥാനവും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ബാബു മാത്സ് ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കളികളിലൂടെ കുട്ടികളെ എങ്ങനെ ഗണിതം പഠിപ്പിക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു മാത്സ് ലാബിൻ്റെ ആവശ്യകത വിദ്യാലയത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പോൾസൺ റാഫേലൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുള്ള നിരവധി വിദ്യാലയങ്ങളിൽ അത്തരം ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്ന് സർക്കാർ ഏറ്റെടുത്ത മാത്സ് ലാബ് എന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചത് ഒരുപക്ഷെ ഇവരാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു കാര്യം, നമ്മൾ ഈ 31-ാം തീയതിയിലെ പരിപാടിയോടുകൂടി ബാബുവിൻ്റെ ഒരു സ്മരണിക പുറത്തിറക്കുന്നുണ്ട്. അതിലേക്കും നമ്മുടെ ബാബുവിൻ്റെ ഒരു പ്രവർത്തന മേഖല എന്നുള്ള തരത്തിൽ ഇവിടെ നിന്നുള്ള ആരെങ്കിലും അതിൽ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അതും കൂടി ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.